ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. നമ്മൾ ആദ്യം എടുത്തത് നമ്മുടെ ഫ്രെഡറിക് സോളിയുടെ ഡ്രീം ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ്. ഈസിയാണത് പഠിക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ 9th പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഏത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച്. അതൊന്ന് നോക്കിയിട്ട് വരണമെന്ന്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിയർ കട്ട് എക്സ്പ്രഷൻ ആയിരുന്നു ഇത് നാഷണാലിസത്തിൻ്റെ. ഫ്രഞ്ച് റവല്യൂഷൻ അറിയപ്പെടുന്നത് മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നാണ്. ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ദേശീയതയുടെ ആദ്യ രൂപം 1789 ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് ആരംഭിച്ചത്. നാഷണാലിസത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് തന്നെ ഫ്രഞ്ച് റവല്യൂഷനോട് കൂടിയാണ് വരുന്നത്. അന്ന് ഫ്രാൻസ് ഒരു ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ആയിരുന്നെങ്കിലും അതൊരു മൊണാർക്കി ഭരണത്തിൻ്റെ കീഴിലായിരുന്നു, ഒരു രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഈ വിപ്ലവത്തോടു കൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഭരണാധികാരം രാജാവിൽ നിന്ന് ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇനി രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുക ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ നോക്കുകയാണ് എന്തൊക്കെ ആക്ഷൻസ് ആണ് റെവല്യൂഷണറീസ് എടുത്തത്. ദ ഫ്രഞ്ച് റെവല്യൂഷണറീസ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് മെഷേഴ്സ് ആൻഡ് പ്രാക്ടീസ് that could create a sense of collective identity among the French people. ജനങ്ങൾക്കിടയിൽ ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് റെവല്യൂഷണറീസ് കുറേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലാദ്യത്തേതാണ് ദ ഐഡിയ ഓഫ് ലാ പാട്രി. എന്താണ് ലാ പാട്രി? ദ ഐഡിയ ഓഫ് ലാ പാട്രി, അതായത് നമ്മൾ പറയും ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണെന്ന് പറയും. അപ്പോൾ അവരവരുടെ രാജ്യത്തെ പറയുകയാണ് അതൊരു ദ ഫാദർലാൻഡ് ആണ് അല്ലേ. ലാ പാട്രി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലേ സെറ്റോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റീസൺ, ദ സിറ്റീസൺ എന്ന് പറയുന്ന നമ്മൾ രാജ്യത്തിൻ്റെ ജനങ്ങളാണ് എന്ന ആ ഒരു ബോധ്യം ഓർക്കുന്നുണ്ട്. എംഫസൈസ്ഡ് ദ നോഷൻ ഓഫ് എ യുണൈറ്റഡ് കമ്മ്യൂണിറ്റി എൻജോയിങ് ഈക്വൽ റൈറ്റ് അണ്ടർ എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ കീഴിൽ എല്ലാവർക്കും ഈക്വൽ അവകാശമാണ്, തുല്യ അവകാശമാണെന്നത് കൊണ്ടുവന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? എ സ്റ്റേറ്റ് ജനറൽ വാസ് സെലക്ടഡ് ബൈ ദി ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൺസ് ആൻഡ് റീനെയിംഡ് ദി നാഷണൽ അസംബ്ലി. അതായത് എന്താണ് ഈ പറയുന്നത്, രാജാവിൻ്റെ നമ്മുടെ നാഷണൽ അസംബ്ലി ആയിട്ട് അവർ റീനെയിം ചെയ്തു. ജനങ്ങളാൽ എലക്ട് ചെയ്യപ്പെടുന്ന ജനറൽ അസംബ്ലിനെ നാഷണൽ അസംബ്ലി, സ്റ്റേറ്റ് ജനറലിനെ എന്ത് ചെയ്തു? ദ സ്റ്റേറ്റ് ജനറൽ വാസ് എലക്ടഡ് ബൈ ദി ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൺസ് ആൻഡ് റീനെയിംഡ് ദി നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി എലക്ഷൻ കൊണ്ടുവന്നിട്ട് അതിനെ നാഷണൽ അസംബ്ലി ആയിട്ട് അവരെന്ത് ചെയ്തു? പേര് മാറ്റി. പിന്നെന്താ, പുതിയ കവിതകൾ, പുതിയ ഗീതങ്ങൾ രചിക്കപ്പെട്ടു. ദേശ സ്നേഹത്തിന് വേണ്ടിയിട്ട് പുതിയ ഗീതങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെന്തായിരുന്നു? ഒരു ട്രൈ കളർ ഫ്ലാഗ് കൊണ്ടുവന്നു. ത്രിവർണ്ണ പതാക, ദേശീയ പതാക, യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന ത്രിവർണ്ണ പതാകേനെ നാഷണൽ ഫ്ലാഗായിട്ട് അവർ കൊണ്ടുവരികയാണ്. പിന്നെ സ്റ്റേറ്റ് ജനറൽ നാഷണൽ അസംബ്ലി ആയിട്ട് മാറി. പിന്നെ വീരമൃത്യു മരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതായത് യുദ്ധത്തിൽ മരിച്ചവർ, ഈ റവല്യൂഷൻ്റെ സമയത്ത് മരിച്ചവർ, അവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുസ്മരണ നമ്മൾ പറയുമല്ലോ, ആളുകളെ, പഴയ മരിച്ചുപോയ ആളുകളെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, രൂപങ്ങൾ, ഭാവങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. രക്തസാക്ഷികളെ അനുസ്മരിച്ചു. പിന്നെ രാജ്യസ്നേഹത്തെ കുറിക്കുന്ന ഗീതങ്ങൾ എഴുതി. പിന്നെ രണ്ടാമത് അവർ ചെയ്തത് മെഷർമെൻറ്റ്, വെയിറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളെ എന്ത് ചെയ്തു? പുനഃക്രമീകരിച്ചു. അനാവശ്യ കാര്യങ്ങളെ എടുത്തു കളഞ്ഞു. ഇൻറ്റേർണൽ കസ്റ്റംസ്, ഡ്യൂട്ടീസ് ആൻഡ് dues were abolished and a uniform system of weight and measures was adopted. ഇന്റേണൽ കസ്റ്റം ഡ്യൂട്ടീസിനെ എടുത്തു കളഞ്ഞിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഫ്രഞ്ച് എന്ന് പറയുന്ന ഭാഷയെ അവരെന്ത് ചെയ്തു? ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചു. ക്ലിയർ ആണല്ലോ. ഫ്രഞ്ച് ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല ഫ്രഞ്ച് റവല്യൂഷണറീസ് പ്രഖ്യാപിച്ചത് യൂറോപ്പിൻ്റെ ജനങ്ങളെ ഏകാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. വിപ്ലവക്കാർ പ്രഖ്യാപിച്ചത് ഫ്രാൻസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യൂറോപ്പിലെ ജനങ്ങളെ ഏകാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുക. ഇനി ഇവിടെ ഒരു ഫിഗർ 2 ശ്രദ്ധിച്ചു. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജർമ്മൻ ആൽമനാക്കിൻ്റെ കവറാണത്. 14 ജൂലൈ 1789 ബാസ്റ്റിൽ പിടിച്ചെടുത്ത ദൃശ്യമാണ് വരച്ചിരിക്കുന്നത്.
അതിൽ പറയുന്നത് ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം സ്വന്തമായിട്ട് നേടിയെടുക്കണം എന്നാണ്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി ഈ പറയുന്ന ദേശീയത, ഒരു രാജ്യത്തെ ജനങ്ങൾ നമുക്ക് തുല്യ അവകാശം, നമ്മുടെ ദേശസ്നേഹത്തെ കുറിക്കുന്ന ഗീതങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റുകളും, അങ്ങനെയുള്ള എല്ലാ ചിന്തകളും ഒരുമിച്ചിട്ടുള്ള, അതായത് ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ചേർന്ന് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുകയാണ്. ആ ക്ലബിൽ പ്രധാനമായിട്ടുമുള്ളത് സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസ് മാത്രമല്ല, മിഡിൽ ക്ലാസ്സിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിലെ ആളുകളും ഒക്കെ ഈ ക്ലബിലുണ്ട്. ഈ ക്ലബിൻ്റെ പേരാണ് ജാക്കോബിയൻ ക്ലബ്ബ്. 1789 1789 ജാക്കോബിയൻ ക്ലബ്ബ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദേശസ്നേഹം അല്ലെങ്കിൽ നാഷണൽ ഫീലിംഗ്, ഈ ഒരു ഫീലിംഗ് ഉള്ള എല്ലാ ആളുകളും ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു ക്ലബ്ബാണ്. ഇനി അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഇനി ഈ പറയുന്ന ജാക്കോബിയൻ ക്ലബിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാ ഭാഗത്തും ഈ നാഷണാലിസം എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ക്യാമ്പയിൻസുകൾ സംഘടിപ്പിച്ചു. ഇനി എന്താ ഫ്രഞ്ച് ആർമീസ് മൂവ് ചെയ്തു, പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്തു, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഹോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോയി, ഇറ്റലിയിലേക്കൊക്കെ പോയിട്ട് ഈ ജാക്കോബിയൻ ക്ലബ്ബുകളൊക്കെ അവിടെയും തുടങ്ങാനായിട്ട് അവർക്ക് സാധിച്ചു. ഇതിനു വേണ്ടിയിട്ട് അവരിലേക്കും ഈ നാഷണാലിസം എന്ത് ചെയ്യണം? എത്തിക്കണം. അതിനു വേണ്ടിയിട്ട്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ആ സമയത്താണ് ആരുടെ കടന്നുവരവ്? ആ സമയത്താണ് ആര് വരുന്നത്? നമ്മുടെ നെപ്പോളിയൻ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് നെപ്പോളിയൻ ആണ്. റോൾ ഓഫ് നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ, നെപ്പോളിയൻ ആരാണ്? നെപ്പോളിയൻ്റെ ഫുൾ നെയിം നെപ്പോളിയൻ ബോണാപ്പാർട്ട് എന്നാണ്. നെപ്പോളിയൻ നമ്മുടെ ഫ്രാൻസിലെ തന്നെ നമ്മുടെ മിലിറ്ററിയിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ ആയിരുന്നു. ഒരു മിലിറ്റൻ, നമ്മുടെ എന്താ പറയുക, ഫ്രഞ്ച് മിലിറ്ററിയിലെ ഒരു ലീഡർ ആയിരുന്നു. ഫ്രഞ്ച് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു. പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആളാദ്യം, ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന ആളാദ്യം ഒരു ജാക്കോബിയൻ അനുഭാവി ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് പുള്ളിക്കാരൻ മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. നെപ്പോളിയൻ വാസ് ബോൺ ഇൻ ഓർസിക്ക എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, വിച്ച് വാസ് ദെൻ ഇൻ ദ ടെറിട്ടറി ഓഫ് ദി ഫ്രാൻസ്, ഓൺ ഓഗസ്റ്റ് 15, 1769 ദെൻ ഇനീഷ്യലി അദ്ദേഹം ജാക്കോബിയൻ ക്ലബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ദെൻ ഈ പറയുന്ന നെപ്പോളിയൻ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നെപ്പോളിയൻ എന്ത് ചെയ്തു? ഡെമോക്രസിയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തു. നമ്മളൊരു ഡെമോക്രസി കൊണ്ടുവന്നിരുന്നല്ലോ, ആ ഡെമോക്രസിയെ കംപ്ലീറ്റ് ആയിട്ട് നെപ്പോളിയൻ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. പകരം അദ്ദേഹം എന്തിനെ കൊണ്ടുവന്നു? മൊണാർക്കിയെ കൊണ്ടുവന്നു. ഈ ഫ്രാൻസ് പിടിച്ചെടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് നെപ്പോളിയനിക് കോഡ് എന്നാണ്, അല്ലെങ്കിൽ സിവിൽ കോഡ്. നെപ്പോളിയനിക് കോഡ് ഓർ സിവിൽ കോഡ് 1804 1804 ഇത് കൊണ്ടുവരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നെപ്പോളിയനിക് കോഡിൽ വരുന്നത് എന്താണ്? ദ അബോളിഷൻ ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ആണ്. പിന്നെ അവിടെ ബർത്ത് പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു, അതായത് ജനിക്കുന്നവർക്ക് അവിടുത്തെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബർത്ത് ബേസ്ഡ് ആയിട്ടുള്ള പ്രിവിലേജുകളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം എടുത്തു കളഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ഈക്വാലിറ്റി, എല്ലാവർക്കും നിയമത്തിൻ്റെ മുമ്പിൽ ഈക്വൽ ആണ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് സെക്യൂർ ദി റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം സിംപ്ലിഫൈ ചെയ്തു, അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസിനെയൊക്കെ അദ്ദേഹം സിംപ്ലിഫൈ ചെയ്തു. ഫ്യൂഡൽ സിസ്റ്റത്തെ അബോളിഷ് ചെയ്തു. പെസൻസിനെയൊക്കെ സെർവ്ഡമിൽ നിന്ന് ഫ്രീ ആക്കി. എന്താണ് സെർവ്ഡം എന്ന് പറഞ്ഞാൽ? അതൊരു സിസ്റ്റമാണ്, മിഡീവൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് പെസൻസ് വെർ ലീഗലി ടൈഡ് ടു ദി ലാൻഡ്, ദി വർക്ക് ആൻഡ് ദെയർ ലോഡ്. ലാൻഡുമായിട്ട് ലോഡൊക്കെ ആയിട്ട് ലീഗലി ആര് ടൈഡായിരുന്നു? പെസൻസ്. ഇതിനൊക്കെ അദ്ദേഹം എടുത്തു കളഞ്ഞു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു. പെസൻസ്, ആർട്ടിസൻസ്, വർക്കേഴ്സ് ആൻഡ് ന്യൂ ബിസിനസ്മാൻ എൻജോയ്ഡ് ദ ന്യൂ ഫൗണ്ട് ഫ്രീഡം. ഇവർക്കൊക്കെ കിട്ടിയ ഫ്രീഡം ഇവരെന്ത് ചെയ്തു? വളരെ നന്നായിട്ട് ആസ്വദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഈ പറയുന്ന നെപ്പോളിയൻ ഫസ്റ്റ് ടൈമിൽ നെപ്പോളിയൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ നല്ല ഒരു സന്ദേശവാഹകനായിട്ടാണ് മറ്റുള്ള ആളുകൾ പോലും കണ്ടിരുന്നത്. ഓക്കെയാണല്ലോ. നെപ്പോളിയനിക് കോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെപ്പോളിയനിക് കോഡ് ഓർ സിവിൽ കോഡ് 1804. റോൾ ഓഫ് നെപ്പോളിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം വളരെ നന്നായിട്ട് വായിച്ചു പോവുക. നെപ്പോളിയനിക് കോഡിൽ വരുന്നത് ബർത്ത് പ്രിവിലേജ് അബോളിഷ് ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഈക്വാലിറ്റി ബിഫോർ ലോ. പിന്നെ അബോളിഷ് ചെയ്ത് എന്താണ്? ഫ്യൂഡൽ സിസ്റ്റത്തെ അബോളിഷ് ചെയ്തു, സെർഫ്ഡം ഒക്കെ എടുത്ത് മാറ്റി.
പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു യൂണിഫോം ആയിട്ടുള്ള വെയിറ്റ് സ്റ്റാൻഡേർഡൈസ് ലോ കൊണ്ടുവന്നു. പിന്നെ മെഷേഴ്സ് ഒക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. വെയിറ്റ് മെഷേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യൂണിഫോമിറ്റി അദ്ദേഹം കൊണ്ടുവന്നു. അതെന്തിന് കാരണമായി തീർന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈസി ആക്കി തീർത്തു. എന്ത്? നമ്മുടെ ഈ നെപ്പോളിയൻ കൊണ്ടുവന്ന കുറേ റിഫോംസ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നെപ്പോളിയൻ്റെ ഈ ഒരു റിഫോംസ് എന്ന് പറയുന്നത്, നെപ്പോളിയൻ ചെല്ലുക എന്ന് പറയുന്നത് അവരെന്താണ്, ഇതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. However, in the area conquered, the reactions of the local populations to French rule were mixed. Initially, in many places, such as Holland and Switzerland, as well as in certain cities like Brussels, Mainz, Milan and Warsaw, the French armies were welcomed as harbingers of liberty. അവർ സ്വാതന്ത്ര്യത്തിൻ്റെ വാഹകരായിട്ടാണ് ഇവരെ ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ആ ഇനീഷ്യലി ഉണ്ടായിരുന്ന എല്ലാ ആവേശവും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? കെട്ടടങ്ങി. എങ്ങനെയാണത് കെട്ടടങ്ങിയത്? നമ്മുടെ നെപ്പോളിയൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ കുറച്ചുകൂടെ കടുപ്പിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? നിർബന്ധിതമായിട്ട് പട്ടാളത്തിലേക്കുള്ള സേവനം നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേർക്കുക, അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നു. ടാക്സ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ്ഡ് ടാക്സേഷൻ, സെൻസർഷിപ്പ് കൊണ്ടുവന്നു. ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ ഇൻ ടു ദ ഫ്രഞ്ച് ആർമീസ് റിക്വയർഡ് ടു കോൺകർ ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ്. ബാക്കിയുള്ള യൂറോപ്പിലെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആർമിയിലേക്ക് ആളുകളെ നിർബന്ധമായിട്ട് ചേർക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് എന്ത് സംഭവിച്ചു? വന്ന് ഈ പറയുന്ന നെപ്പോളിയനിക് കോഡും നെപ്പോളിയൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും ആളുകൾക്ക് വലിയ ബേർഡനായിട്ട് തീർന്നു. അതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് റോൾ ഓഫ് നെപ്പോളിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ യൂറോപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ 1815 നെപ്പോളിയൻ ഡിഫീറ്റ് ചെയ്യുന്നത്. വാട്ടർലൂ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലാണ് അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നത്? തോൽപ്പിക്കുന്നത്. പിന്നെ അത് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അതിലൊരു മാപ്പ് ഉണ്ട്. 1815 നെപ്പോളിയൻ്റെ തോൽവിക്ക് ശേഷം നടന്ന വിയന്ന കോൺഗ്രസിൻ്റെ ഫലമായിട്ട് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടം പുതുക്കി വരച്ചതാണ് ഈ മാപ്പിൽ കാണുന്നത്. ക്ലിയർ ആണല്ലോ. ഫ്രാൻസ് തോറ്റതിനാൽ അതിൻ്റെ അധികാരം ചുരുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താ, ചെറിയ രാജ്യങ്ങളെ വലിയ സാമ്രാജ്യ ശക്തികളോട് ഇവരെന്ത് ചെയ്തു? തുലനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ളൊരു പിക്ചറാണ് അതിലുള്ളത്. രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. ദ പെയിൻറ്റിംഗ് ഓഫ് ട്രീ ഓഫ് ലിബേർട്ടി. ട്രീ ഓഫ് ലിബേർട്ടി എന്ന് പറയുന്നൊരു പെയിൻറ്റിംഗ് ആണത് കാണുന്നത്. ഒരു ജർമ്മൻ ചിത്രകാരനാണ് അത് വരച്ചത്. ഫ്രഞ്ച് സൈന്യം ജർമ്മനിയിലെ സ്വീസ്ബർഗൻ പട്ടണം കീഴടക്കുമ്പോഴുള്ള ദൃശ്യമാണത്. ഓക്കെ, ചിത്രത്തിൽ ഫ്രഞ്ച് സൈനികർ നീല, വെള്ള, ചുവപ്പ് യൂണിഫോമാണ് ധരിച്ചിട്ടുള്ളത്. ഒരു കർഷകൻ്റെ വാഹനത്തെ പിടിച്ചെടുക്കുന്നതൊക്കെ കാണാം. സ്വാതന്ത്ര്യവും സമത്വവും എന്ന് എഴുതിയ ട്രീ ഓഫ് ലിബർട്ടിയിൽ സ്ഥാപിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പിക്ചേഴ്സ്. ഇനി ആ ലാസ്റ്റ് പിക്ചേഴ്സിൽ കാണുന്നത് ദ കൊറിയർ ഓഫ് അതായത് 1813 നടന്ന യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നത്, തപാൽക്കാരനേക്കാൾ മടങ്ങുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നെപ്പോളിയനിക് കോഡ് പഠിക്കുക. റോൾ ഓഫ് നെപ്പോളിയൻ, ഈ ഒരു ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്കിത് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.